പ്രചോദിപ്പിച്ച ഒരു കഥയാണ് പറയിപെറ്റ പന്തിരുകുലം. കാലത്തെയും ഭയത്തെയും ജാതിയെയും മതത്തെയും ഒരുപോലെ വെല്ലുവിളിച്ച് ശ്രേഷ്ഠരായ മാതാപിതാക്കൾക്ക് പിറന്ന 12 വീരപുത്രർ. കേരളത്തിന്റെ വീരചരിത്രം മുഴങ്ങുന്ന ഒരു മഹാകാവ്യം പറയിപെറ്റ പന്തിരുകുലം. ദ ത്രില്ലിംഗ് വോയിസ് ഓഡിയോ ബുക്ക് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക്. മേളത്തോളില്ല. മേളത്തോൾ ബ്രാഹ്മണനോട് അന്തർജനം പറയുകയാണ്, ഹോ, കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം എന്ന് തീരും ഭഗവാനെ. ഒരു കുഞ്ഞിക്കാൽ കണ്ടിട്ട് മരിച്ച മതിയാർന്നു. വിഷമിക്കാതിരിക്കൂ, സമാധാനമായിരിക്കൂ. നമ്മുടെ ഈ യാത്ര സഫലമാകാതിരിക്കില്ല. ദേവി ഇത്തവണ നമ്മെ അനുഗ്രഹിക്കും. മേളത്തോൾ ബ്രാഹ്മണൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. വേളി കഴിഞ്ഞ് കൊല്ലം 15 കഴിഞ്ഞു. സന്താന സൗഭാഗ്യം ഇനിയും കൈവന്നിട്ടില്ല. സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, എന്നിട്ടും ഫലസിദ്ധി ഉണ്ടായില്ല. ഗ്രാമത്തോട് തൊട്ടുരുമിക്കിടക്കുന്ന വനത്തിൽ ഒരു ദുർഗാക്ഷേത്രത്തിലെത്തി ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു. ഇല്ലത്തേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ ആ ഒരു കരിമ്പാറയുടെ സമീപം അവരെത്തി. അതാ കേൾക്കുന്നു ഒരു കുഞ്ഞിന്റെ ഉറക്കെയുള്ള കരച്ചിൽ. അയ്യോ, ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ ആ കേൾക്കണത്? അന്തർജനം പരിഭ്രമത്തോടെ പറഞ്ഞു. പാറയുടെ പിന്നിൽ ആദ്യം എത്തിയതും അവരായിരുന്നു. കുഞ്ഞിന്റെ സമീപം ഒരു പേടമാൻ നിന്നിരുന്നു. അന്തർജനത്തെ കണ്ടപ്പോൾ മാൻപേട ഓടി മറഞ്ഞു. അന്തർജനം ആ കുട്ടിയെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. സന്തോഷം സഹിക്കാനാവാതെ അവർ പൊട്ടിക്കരഞ്ഞു. ആൺകുട്ടിയാണ്. അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വന്നിട്ട് അധികം സമയമായിട്ടില്ല. ഓഹോ, ഏതായാലും അമ്മണിയുടെ ആഗ്രഹം സാധിച്ചുല്ലോ, മേളത്തോൾ ബ്രാഹ്മണൻ സന്തോഷം സഹിക്കാനാവാതെ പറഞ്ഞു. അന്തർജനം കുഞ്ഞിനെ മാറോടണച്ചു. തമലയിൽ നിന്നും തീർത്ഥജലമെടുത്ത് കുഞ്ഞിന്റെ വായിൽ വീഴ്ത്തി. അവൻ നൊട്ടി നുണച്ച് ആ ജലം അകത്താക്കി. ഈശ്വരാ, നല്ലൊരാൺകുഞ്ഞ്. ഇവനെ ഈ കാട്ടിൽ ഉപേക്ഷിച്ചു പോയവൾ ആരാണ്? ആരായാലും ദൈവം പൊറുക്കില്ല, അന്തർജനം പറഞ്ഞു. ഭൃത്യന്മാർ വെള്ളം കൊണ്ടുവന്നു. അന്തർജനം കാല് നീട്ടിയിരുന്നു കുഞ്ഞിനെ മടിയിൽ വെച്ച് കുളിപ്പിച്ചു. ചേലാഞ്ചലം കൊണ്ട് തുവർത്തി. എഴുന്നേൽക്കൂ, നമുക്ക് ഇല്ലത്തേക്ക് പോകാം, ബ്രാഹ്മണൻ പറഞ്ഞു. എല്ലാവരും ഇല്ലത്തേക്ക് പുറപ്പെട്ടു. കുഞ്ഞിനെ അടിയൻ എടുത്തോളാം, ഒരു വേലക്കാരി പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം, അന്തർജനം പറഞ്ഞു. അവർ മേളത്തോൾ ഇല്ലത്തെത്തി. മേളത്തോൾ ബ്രാഹ്മണൻ നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി വിഭവസമൃദ്ധമായ സദ്യ നടത്തി. പാവപ്പെട്ടവർക്ക് അരിയും വസ്ത്രവും നൽകി. ഗ്രാമം മുഴുവൻ ഒരു ഉത്സവത്തിന്റെ പ്രതീതി. അവൻ വളർന്നു, മുട്ടുകുത്തി നടന്നു. മേളത്തോൾ ബ്രാഹ്മണൻ ഹോമകുണ്ഡം ജ്വലിപ്പിക്കുമ്പോൾ അവൻ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ പിന്നിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിന്റെ പുറത്ത് 2 കൈകൾ ഊന്നി നിൽക്കാൻ നോക്കും. താഴെ വീഴും. എന്താ ഉണ്ണി നീ കാണിക്കണത്? വികൃതി അസാരം കൂടുതലുണ്ട് കേട്ടോ, അദ്ദേഹം ശാസിക്കും. അവൻ കിടന്ന കിടപ്പിൽ നിലവിളിക്കും. അമ്മ അന്തർജനം ആ സമയം ഓടിയെത്തി അവനെ വാരിയെടുക്കും. അവൻ അച്ഛ എന്നും അമ്മയെന്നും ഉച്ചരിക്കാൻ തുടങ്ങി. ബ്രാഹ്മണന്റെയും അന്തർജനത്തിന്റെയും ഹൃദയം സന്തോഷസാഗരത്തിൽ ആറാടി. നിത്യപൂജയ്ക്ക് വേണ്ട പശുവിൻപാൽ കറക്കുന്നത് അന്തർജനം തന്നെയാണ്. അവർ പശുവിനെ കറക്കുമ്പോൾ അവൻ തൊഴുത്തിന്റെ അഴികളിൽ പിടിച്ച് അങ്ങനെ നിൽക്കും. ഇപ്പോൾ അവന്റെ പ്രായം 1.5 വയസ്സ്. മോൻ വീഴും കേട്ടോ, സൂക്ഷിക്കണേ, അന്തർജനം വിളിച്ചു പറയും. അവൻ വീഴുന്നതായിട്ടൊന്ന് അഭിനയിക്കും. അന്തർജനം തൊഴുത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തു വരും. വല്ലതും പറ്റിയോ ഉണ്ണിയേ? അവൻ കുഞ്ഞിക്കൈ കുട്ടി പൊട്ടിച്ചിരിക്കും. അതെ, പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ആദ്യത്തെ സന്താനമായിരുന്നു അവൻ, മേളത്തോൾ അഗ്നിഹോത്രി. നമുക്ക് വീണ്ടും വരരുചിയുടെയും പഞ്ചമിയുടെയും അടുത്തേക്ക് തിരിച്ചു വരാം. പഞ്ചമി വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. പഞ്ചമി ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു. ഈശ്വരാ, ഞാനിതാ എന്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. ഇനിയെങ്കിലും വളർത്താൻ അദ്ദേഹത്തിന് തോന്നിക്കണേ. അദ്ദേഹം ഒന്ന് സമ്മതിക്കണേ. നടന്നു നടന്ന് വരരുചിയും പഞ്ചമിയും കേരളത്തിലെ മറ്റൊരു ഗ്രാമപ്രദേശത്തിലെത്തി. ഒരു കൂറ്റൻ കരിമ്പാറ തലയുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പഞ്ചമി കണ്ടു. അവൾ ആ പാറയിലേക്ക് ഒരു നിമിഷം നോക്കി. കാലുകളുടെ ചലനം താനേ നിലച്ചു. എന്താ നീ ഇവിടെ നിന്നത് പഞ്ചമി? വരരുചി ചോദിച്ചു. ആ പാറ കണ്ടപ്പോൾ എന്റെ ആദ്യ പ്രസവത്തെപ്പറ്റി ഞാനൊന്ന് ഓർത്തുപോയി. വരൂ പോകാം. നമ്മുടെ മകൻ ഇപ്പോൾ എവിടെയായിരിക്കും? വരരുചി ഒന്നും ഉരിയാടിയില്ല. അവനെ വല്ല കാട്ടുമൃഗങ്ങളും കൊന്നു തിന്നിരിക്കുമോ? ഇല്ല, അങ്ങനെ വരാനിടയില്ല. അവൻ ഋഷിതുല്യനായ വരരുചിയുടെ മകനല്ലേ? പഞ്ചമിയിൽ നിന്നും ചുടുനിശ്വാസം മുതിർന്നു. പഞ്ചമി, നീ ഇങ്ങോട്ട് നടക്കാനാണ് ഞാൻ പറഞ്ഞത്. ഭർത്താവിന്റെ പരുഷ സ്വരം കേട്ട് പഞ്ചമി ഒന്ന് ഞെട്ടി. അവൾ ധൃതിയിൽ ഭർത്താവിനെ അനുഗമിച്ചു. അവരൊരു പുഴയോരത്തെത്തി. പഞ്ചമി ആകെ തളർന്നിരുന്നു.
10 മാസം തികഞ്ഞ ഉദരം. ഹാവൂ, എനിക്ക് വയ്യാട്ടോ. എനിക്ക് പേറ്റുനോവ് വരുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഉഴവക്കത്താണല്ലോ നാം എത്തിയിരിക്കുന്നത്. എന്റെ അമ്മേ. പഞ്ചമി, ഈ മണലിൽ ഞാനൊരു മുണ്ട് വിരിച്ചു തരാം. അവിടെ കിടന്നോളൂ. സുഖമായി പ്രസവിക്കും. ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. അങ്ങനിപ്പോ വേണ്ട. അങ്ങിവിടെ എന്റെ അടുത്ത് വന്നിരിക്കൂ. എനിക്കൊരു ആശ്വാസമാണ്. ഹോ, വയ്യ പഞ്ചമി, എനിക്ക് പ്രസവം കാണാൻ വയ്യ. വരരുചി തന്റെ ഭാണ്ഡത്തിൽ നിന്നും മുണ്ടെടുത്ത് മണലിൽ വിരിച്ചു കൊടുത്തു. പഞ്ചമിയെ കിടത്തി. തെല്ലകലേക്ക് മാറി നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പെട്ടെന്ന് കരിനിഴലുകൾ വ്യാപിച്ചു. ചിന്തകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി വിരലുകൾ കൊണ്ട് എന്തോ ഒന്ന് കണക്കുകൂട്ടി. പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. പഞ്ചമി തളർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വരൂ, ഇതും ഒരു ആൺകുഞ്ഞാണ്. അങ്ങേക്ക് കുഞ്ഞിനെ കാണണ്ടേ? വേഗം വരൂ. വരരുചിയാകട്ടെ ആ ഒരു നിന്ന നിൽപ്പിൽ നിന്നും തെല്ലും അനങ്ങിയില്ല. അദ്ദേഹം ഉയരത്തിൽ വിളിച്ചു ചോദിച്ചു, കുഞ്ഞിന് വായില്ലേ? ഉണ്ട്. കുഞ്ഞു കരയുന്നുണ്ടല്ലോ. എന്നാൽ അതവിടെ കിടന്നോട്ടെ. വായുള്ള കുട്ടിക്ക് ഇരയും കിട്ടിക്കോളും. വരൂ, ഇനി വൈകിക്കണ്ട, വരരുചി പറഞ്ഞു. പഞ്ചമി വരരുചിയുടെ അടുത്തേക്ക് ചെന്നു. ദീനമായ ഒരു നോട്ടം ഭർത്താവിന്റെ മുഖത്തേക്ക് അയച്ചു. വരരുചി ഒട്ടും കുലുങ്ങിയില്ല. ഒരു കുളിർക്കാറ്റ് അവിടെയെല്ലാം പരതി നടന്നു. കാറ്റ് തന്റെ കാതിൽ ഒരു സ്വകാര്യം പറയുന്നത് പോലെ പഞ്ചമിക്ക് തോന്നി. അമ്മേ എന്നൊരു വിളി ഞാൻ കേൾക്കുന്നില്ലേ? ഞാനിതാ പോവുകയാണ് എന്റെ പൊന്നോമനെ. ഈ അമ്മയോട് ക്ഷമിക്കണേ. കുഞ്ഞിന്റെ ഉറക്കെയുള്ള കരച്ചിൽ അവിടെ ആകെ പ്രതിധ്വനിച്ചു നിന്നു. പഞ്ചമി തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നകന്നു. സ്ത്രീ എത്ര അബലയാണ്! സ്ത്രീയുടെ പര്യായം തന്നെ അബല എന്നല്ലേ? താനൊരു പുരുഷന്റെ അടിമയായതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? ഒരു സ്ത്രീയെ, അവളിലെ മാതാവിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് പുരുഷന് സാധിക്കുന്നില്ല? പഞ്ചമിയുടെ മനസ്സിലൂടെ ചിന്തകളുടെ ഓളങ്ങൾ ധൃതിയിൽ പാഞ്ഞുപോയി. താൻ നിസ്സഹായയാണ്. പെട്ടെന്ന് അവളുടെ മനസ്സ് കലുഷിതമായി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളംകൈയിലിട്ട് ഞെരിച്ച് പൊടി പൊടിയാക്കാൻ ആ നിമിഷം അവൾ ആഗ്രഹിച്ചു. എന്താ ഇങ്ങനെ നിൽക്കണത് പഞ്ചമി? വരാനല്ലേ പറഞ്ഞത്? വരരുചിയുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം. പഞ്ചമി ഭർത്താവിന്റെ പിന്നാലെ നടന്നു. ആ കുഞ്ഞ് അപ്പോഴും നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതെ, രജകൻ ജനിച്ചിരിക്കുന്നു. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 2ാമത്തെ സന്താനം ജനിച്ചിരിക്കുന്നു. രജകൻ.